നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. പുതുക്കാട് സെന്ററിൽ നടു റോഡിൽ വെച്ച് യുവതിയെ ഭർത്താവ് കുത്തിപ്പരിക്കേൽപ്പിച്ചു. ആക്രമണത്തിനു ശേഷം ഭർത്താവ് പോലീസിൽ കീഴടങ്ങി. NCTVയുടെ ഇടപെടൽ വഴി കാൽ നൂറ്റാണ്ടിന്റെ ആവശ്യമായ ആമ്പല്ലൂർ ടൗൺ ഭാഗത്ത് കുടിവെള്ളമെത്തുന്നു. ആമ്പല്ലൂർ വരന്തരപ്പള്ളി റോഡിലെ വീടുകളിലേക്ക് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നത് ആരംഭിച്ചു. NCTV ഇംപാക്ട്. പുതുക്കാട് 15-ാം വാർഡ് ജനാർദ്ദനൻ റോഡിലെ കാന നിർമ്മാണത്തിന്റെ പൂർത്തീകരണ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് സംവിധാനത്തെക്കുറിച്ചും കുടുംബശ്രീ സംഘടനാ സംവിധാനത്തെക്കുറിച്ചും പഠിക്കുന്നതിനായി എത്തിയ അരുണാചൽ പ്രദേശിൽ നിന്നുള്ള സംഘം പുതുക്കാട് താലൂക്ക് ആശുപത്രി സന്ദർശിച്ചു. സമസ്ത കേരള സുന്നി യുവജന സംഘം പ്ലാറ്റിനം ഇയറിന്റെ സമാപനത്തോടനുബന്ധിച്ച് ആമ്പല്ലൂരിൽ സംഘടിപ്പിക്കുന്ന കേരള യുവജന സമ്മേളനത്തിന്റെ പന്തൽ കാൽനാട്ടൽ നടത്തി. ഛായാഗ്രഹണക്കലയ്ക്ക് വേണ്ടി രാജ്യത്തെ ഗ്രാമീണ മേഖലയിൽ ആദ്യമായി സ്ഥാപിതമായിട്ടുള്ള മറ്റത്തൂരിലെ ഫോട്ടോ മ്യൂസിയത്തിൽ 1 മാസം നീളുന്ന ഫോട്ടോഗ്രാഫി പ്രദർശനത്തിന് തുടക്കമായി. വിശദമായ വാർത്തകളിലേക്ക്. പുതുക്കാട് സെന്ററിൽ നടു റോഡിൽ വെച്ച് യുവതിയെ ഭർത്താവ് കുത്തിപ്പരിക്കേൽപ്പിച്ചു. ആക്രമണത്തിനു ശേഷം ഭർത്താവ് പോലീസിൽ കീഴടങ്ങി. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തായി. കൊട്ടക്കാട് സ്വദേശിനി ഒളരിക്കൽ 28 വയസ്സുള്ള ബിബിതയ്ക്കാണ് കുത്തേറ്റത്. ഭർത്താവ് കേച്ചേരി കൂള വീട്ടിൽ ലെസ്റ്റിനാണ് യുവതിയെ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെ പുതുക്കാട് സെന്ററിലാണ് സംഭവം. പുതുക്കാട് പ്രവർത്തിക്കുന്ന ബാങ്കിലെ താൽക്കാലിക ജീവനക്കാരിയാണ് ബിബിത. ബിബിത രാവിലെ എത്തുന്ന സമയം നോക്കി റോഡിൽ കാത്തിരിക്കുകയായിരുന്നു ഭർത്താവ്. ബാങ്കിലേക്ക് റോഡിലൂടെ നടന്നു വരുമ്പോൾ ഇയാൾ യുവതിയെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. റോഡിൽ വീണ് കിടക്കുകയായിരുന്ന ബിബിതയെ അതുവഴി വരികയായിരുന്ന സ്ത്രീകൾ ചേർന്നാണ് ഓട്ടോറിക്ഷയിൽ കയറ്റി പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. അവിടെ നിന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി. 9 തവണ യുവതിക്ക് കുത്തേറ്റു. കൈക്കും വയറിനും ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. പേനക്കത്തി കൊണ്ടാണ് പ്രതി ബിബിതയെ കുത്തിയതെന്ന് പോലീസ് പറഞ്ഞു. കുടുംബ പ്രശ്നങ്ങളാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ബിബിതയും ലെസ്റ്റിനും 3 വർഷമായി വേർപിരിഞ്ഞാണ് താമസം. ഇവർക്ക് 7 വയസ്സുള്ള മകനുണ്ട്. മകൻ ലെസ്റ്റിനൊപ്പമാണ് താമസം. ലെസ്റ്റിന്റെ മാതാവിന്റെ ജോലിയാണ് ബിബിതയ്ക്ക് കിട്ടിയത്. അതിനാൽ മകന്റെ ജീവിത ചെലവിലേക്ക് ഭർത്താവ് ബിബിതയോട് പണം ആവശ്യപ്പെട്ടത് സംബന്ധിച്ച് തർക്കങ്ങൾ ഉണ്ടായിരുന്നതായി പറയുന്നു. ബിബിത പെരുമ്പാവൂരിലാണ് താമസിക്കുന്നതെന്നാണ് വിവരം. സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുതുക്കാട് പോലീസ് അന്വേഷിച്ചു വരികയാണ്. മുൻപും ബിബിതയെ ബാങ്കിൽ വെച്ച് ആക്രമിച്ച സംഭവത്തിൽ മറ്റൊരു കേസും ഇയാളുടെ പേരിലുണ്ട്. പുതുക്കാട് നടു റോഡിൽ വെച്ച് യുവതിയെ ഭർത്താവ് കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിന് കാരണം സാമ്പത്തിക തർക്കങ്ങളെന്ന് സൂചന. തിങ്കളാഴ്ച രാവിലെയാണ് കൊട്ടേക്കാട് സ്വദേശിനി ബിബിതയെ ഭർത്താവ് കേച്ചേരി കൂള വീട്ടിൽ ലെസ്റ്റിൻ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. പിന്നിൽ ബിബിതയുടെ ജോലിയെ സംബന്ധിച്ചും സാമ്പത്തിക തർക്കങ്ങൾ ദമ്പതികൾക്കിടയിൽ ഉണ്ടായിരുന്നതായാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. പുതുക്കാടുള്ള ബാങ്കിലെ താൽക്കാലിക സ്വീപ്പറായി ജോലി ചെയ്തു വരികയായിരുന്നു ബിബിത. ലിസ്റ്റിന്റെ മാതാവിന്റെ ജോലിയാണ് ബിബിതയ്ക്ക് ലഭിച്ചത്. 3 വർഷമായി അകന്നു കഴിയുന്ന ഇരുവരും ജോലി സംബന്ധിച്ച് വഴക്കിടുമായിരുന്നു. ലിസ്റ്റിനൊപ്പമായിരുന്നു ഇവരുടെ ഏക മകൻ 7 വയസ്സുകാരൻ താമസിക്കുന്നത്. മകന്റെ ചിലവിലേക്കും ലിസ്റ്റിൻ ഭാര്യയോട് പണം ആവശ്യപ്പെടുമായിരുന്നു. തിങ്കളാഴ്ച രാവിലെ 9-ന് ബസ് ഇറങ്ങി ബാങ്കിലേക്ക് പോകുന്നതിനിടെ പുതുക്കാട് പള്ളിയുടെ മുൻപിൽ വെച്ച് ലിസ്റ്റിൻ ബിബിതയെ കുത്തുകയായിരുന്നു. കുറച്ചു നാളുകൾക്ക് മുൻപ് ലെസ്റ്റിൻ ബാങ്കിലെത്തി ഭാര്യയെ ആക്രമിക്കാൻ ശ്രമിച്ച സംഭവവും ഉണ്ടായിട്ടുണ്ട്. NCTVയുടെ ഇടപെടൽ വഴി കാൽ നൂറ്റാണ്ടായി ആവശ്യമായ ആമ്പല്ലൂർ ടൗൺ ഭാഗത്ത് കുടിവെള്ളമെത്തുന്നു. ആമ്പല്ലൂർ വരന്തരപ്പള്ളി റോഡിലെ വീടുകളിലേക്ക് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നത് ആരംഭിച്ചു. കാൽ നൂറ്റാണ്ടായി ആമ്പല്ലൂരിലെ നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ആവശ്യത്തിനാണ് NCTV വാർത്തയെ തുടർന്ന് അധികൃതർ പച്ചക്കൊടി കാട്ടിയത്. ഇതിനായുള്ള പ്രാരംഭ പ്രവൃത്തികൾ തുടങ്ങി. ഇതോടെ കേരള വാട്ടർ അതോറിറ്റി ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി ആമ്പല്ലൂർ പാലപ്പള്ളി റോഡിലാണ് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചത്. ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്തിൽ 1274 കുടുംബങ്ങൾക്ക് കൂടി പുതിയതായി വാട്ടർ കണക്ഷൻ നൽകുന്നതിന് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിനകം 159 കണക്ഷനുകൾ നൽകി.
ആമ്പല്ലൂർ പരിസരത്തെ കുടുംബങ്ങൾക്ക് ശുദ്ധമായ കുടിവെള്ളം ലഭ്യമല്ല എന്ന NCTV വാർത്തയുടെ അടിസ്ഥാനത്തിൽ MLA പ്രശ്നത്തിൽ ഇടപെടുകയും അടിയന്തരമായി പ്രവൃത്തി ആരംഭിക്കുന്നതിന് നിർദ്ദേശം നൽകുകയുമായിരുന്നു. 6 കിലോമീറ്റർ നീളത്തിലാണ് ഈ റോഡിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നത്. ആമ്പല്ലൂരിലെ കുടുംബങ്ങൾക്ക് ഈ മാസം 20-നോടകം കണക്ഷനുകൾ നൽകാൻ MLA നിർദ്ദേശം നൽകി. അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിലാണ് നിലവിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നത്. KK രാമചന്ദ്രൻ MLA, പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PS പ്രീജു, സജന ഷിബു, VK വിനീഷ് എന്നിവർ സന്നിഹിതരായിരുന്നു. നാളിതുവരെയായിട്ടും ആമ്പല്ലൂർ ജംഗ്ഷൻ മുതൽ കുണ്ടുക്കാവ് അമ്പലം വരെ പൊതുജല വിതരണ സംവിധാനത്തിനായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിച്ചിട്ടില്ലായിരുന്നു. പൊതുജല വിതരണ സംവിധാനം ഇല്ലാത്തത് ആമ്പല്ലൂർ ജംഗ്ഷനിലെ നാട്ടുകാർക്കും വ്യാപാരികൾക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് NCTVയാണ് അധികൃതർക്ക് മുന്നിൽ എത്തിച്ചത്. ആമ്പല്ലൂരിലെ വ്യാപാര സ്ഥാപനങ്ങളിലെ ആവശ്യങ്ങൾക്കും അവിടെയുള്ള ജീവനക്കാർക്കുമായി വെള്ളം പണം കൊടുത്തു വാങ്ങേണ്ട അവസ്ഥയാണുള്ളത്. മറ്റിടങ്ങളിൽ നിന്ന് വെള്ളം ചുമന്നുകൊണ്ടുവന്ന് ഉപയോഗിക്കുന്നവരുമുണ്ട്. ഈ മേഖലയിലുള്ള ഏതാനും വീട്ടുകാരുടെയും അവസ്ഥ ഇതുതന്നെയാണ്. പ്രദേശത്ത് കിണറുകൾ ഉണ്ടെങ്കിലും ഇതിലെ വെള്ളം ഫിൽറ്റർ ചെയ്തു മാത്രമേ ഉപയോഗിക്കാനാകൂ. വീടുകളിൽ ഉൾപ്പെടെ 10,000 ചിലവിട്ട് ഫിൽറ്റർ സംവിധാനം ഏർപ്പെടുത്തിയവരും ഉണ്ട്. മഞ്ഞ നിറം കലർന്ന വെള്ളമാണ് കിണറുകളിൽ. കാലങ്ങളായി മാറി മാറി വരുന്ന ജനപ്രതിനിധികൾ ഇതിനായി പരിശ്രമിച്ചെങ്കിലും പദ്ധതി നടപ്പിലായില്ല. പൊതുമരാമത്ത് വകുപ്പും വാട്ടർ അതോറിറ്റിയും തമ്മിലുള്ള ഏകോപനമില്ലായ്മയായിരുന്നു ഇക്കാര്യത്തിലെ പ്രതിസന്ധി. ഇക്കാര്യങ്ങൾ NCTV വാർത്തയാക്കിയതോടെ അധികൃതർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ഇതിന് പിന്നാലെ അടുത്ത നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. NCTV ചാനലും മലയാള മനോരമ പത്രവും പൈപ്പ് കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നിരന്തരം ഇതിന് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഗുണഭോക്താക്കളായിട്ടുള്ള ഞങ്ങളെല്ലാവരും വേദിയിലേക്ക് ഞങ്ങളുടെ സഹായിക്കാനും ഇത്ര വേഗം തന്നെ പരിപാടി നടത്തിത്തരാനും ഉദ്ഘാടനം നടത്തിത്തരാനും വന്ന എല്ലാവരോടും, പ്രത്യേകിച്ച് പ്രസിഡന്റിനോടും നമ്മളെ MLA-നോടും നമ്മുടെ MLA സ്നേഹപൂർവ്വം നന്ദി പറയും. പുതുക്കാട് 15-ാം വാർഡ് ജനാർദ്ദനൻ റോഡിലെ കാർ നിർമ്മാണത്തിന്റെ പൂർത്തീകരണ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അൽജോ പുളിക്കൻ, ഗ്രാമപഞ്ചായത്ത് അംഗം CP സജീവൻ എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും 21 ലക്ഷം രൂപ അനുവദിച്ചായിരുന്നു നിർമ്മാണം. കേരളത്തിലെ പഞ്ചായത്ത് സംവിധാനത്തെക്കുറിച്ചും കുടുംബശ്രീ സംഘടനാ സംവിധാനത്തെക്കുറിച്ചും പഠിക്കുന്നതിനായി എത്തിയ അരുണാചൽ പ്രദേശിൽ നിന്നുള്ള സംഘം പുതുക്കാട് താലൂക്ക് ആശുപത്രി സന്ദർശിച്ചു. ആശുപത്രി പ്രവർത്തനങ്ങൾ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ, ആശുപത്രിയുടെ വിവിധ വിഭാഗങ്ങൾ എന്നിവ ആശുപത്രി അധികൃതർ വിശദീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, SRLM ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷൻ പ്രതിനിധികൾ എന്നിവരടങ്ങുന്ന 24 അംഗ സംഘമാണ് ആശുപത്രി സന്ദർശിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികളായ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അൽജോ പുളിക്കൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ സജിത രാജീവൻ, ആശുപത്രി സൂപ്രണ്ട് KG ശിവരാജൻ എന്നിവർ സന്നിഹിതരായി. സമസ്ത കേരള സുന്നി യുവജന സംഘം പ്ലാറ്റിനം ഇയറിന്റെ സമാപനത്തോടനുബന്ധിച്ച് ആമ്പല്ലൂരിൽ സംഘടിപ്പിക്കുന്ന കേരള യുവജന സമ്മേളനത്തിന്റെ പന്തൽ കാൽനാട്ടൽ നടത്തി. അൽഹംദുലില്ലാഹ്, നമ്മുടെ SYSന്റെ പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനത്തിന്റെ ആരവങ്ങൾക്ക് തുടക്കം ആയിരിക്കുകയാണ്. കഴിഞ്ഞ മാസങ്ങളായി അതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് നാം പ്രവേശിച്ചിരുന്നു. ജില്ലാ എക്സൈസ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് TR സുനിൽ അധ്യക്ഷത വഹിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്തു. സംഘം ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ PG ശിവശങ്കരൻ, KM സജീവ്, PK സജികുമാർ, KK സതി, TS ഷനൂജ്, സംഘം സെക്രട്ടറി ബീന സുകുമാരൻ, സംഘം അംഗം KK രാജു, സംഘം വൈസ് പ്രസിഡന്റ് ബിബിൻ ചാക്കോ എന്നിവർ പ്രസംഗിച്ചു. JCI തൃശൂർ ഗ്രീൻ സിറ്റിയുടെ 20ാമത് പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് ആമ്പല്ലൂരിൽ നടത്തി. പ്രസിഡന്റായി അരുൺ ഫ്രാൻസിസ്, സെക്രട്ടറിയായി PR ലാലു, ട്രഷററായി മെവിൻ ചെറിയത്ത്, ലേഡി JC ചെയർപേഴ്സണായി ജീൻ മേരി അരുൺ, JJ ചെയർമാനായി കെനസ് ലിൻഡോ എന്നിവർ സ്ഥാനമേറ്റു. JCI സോൺ എക്സ്ചേഞ്ച് മുൻ പ്രസിഡന്റ് ജോൺ പോൾ, സോൺ വൈസ് പ്രസിഡന്റ് അഖിൽ ബ്ലിക്കു, മുൻ പ്രസിഡന്റ് ജിൻഡോ ജോസഫ്, ജോമിറ്റ് ജോണി, പ്രോഗ്രാം ഡയറക്ടർ ജെറി പോൾ എന്നിവർ പ്രസംഗിച്ചു. എന്ന് തന്നെയായാലും പുതുക്കാട് എന്ന് പറയുമ്പോൾ JCI എന്നുള്ളത് അത് എഴുതപ്പെടാത്ത ഒരു മോട്ടോയി മാറിയിരിക്കുകയാണ്. അമൃതയിലാണ് ഒരു കോള് ഒരു
47 വയസ്സുള്ള ഒരു സെബാസ്റ്റ്യന് ലിവർ ക്യാൻസറാണ്, ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമ. മാക്സിമം 3 മാസം ഡോക്ടർ ഉണ്ടാവുള്ളൂ എന്നാണ് എന്നെ വിളിച്ച ആൾ പറഞ്ഞത്. ഈ സെബാസ്റ്റ്യൻ തൃശ്ശൂർക്കാരനായതുകൊണ്ട് തൃശ്ശൂരിലെ ഒരു ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിടാണെന്ന് പറഞ്ഞു. ഭാരവാഹികളെയും വിശിഷ്ട വ്യക്തികളെയും നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങളുടെ വിലയേറിയ സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഛായാഗ്രഹണ കലയ്ക്കു വേണ്ടി രാജ്യത്തെ ഗ്രാമീണ മേഖലയിൽ ആദ്യമായി സ്ഥാപിതമായിട്ടുള്ള മറ്റത്തൂരിലെ ഫോട്ടോ മ്യൂസിയത്തിൽ 1 മാസം നീളുന്ന ഫോട്ടോഗ്രാഫി പ്രദർശനത്തിന് തുടക്കമായി. സൈലൻസ് ആൻഡ് കയോസ് എന്ന പേരിലുള്ള ഫോട്ടോഗ്രാഫി പ്രദർശനം യാത്രികനും സഞ്ചാര സാഹിത്യകാരനുമായ KB ഹരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട നഗരസഭ മുൻ ചെയർപേഴ്സൺ സോണിയ ഗിരി, മ്യൂസിയം ഡയറക്ടർ പ്രവീൺ P. മോഹൻദാസ്, പ്രദർശനത്തിന്റെ ക്യൂറേറ്റർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ, അക്കാദമിക് ഡയറക്ടർ നന്ദകുമാർ മൂടാടി, പ്രദീപ് K. മേനോൻ, സീമ സുരേഷ്, ശ്രീനിവാസ് പുല്ലരിക്കൽ, ലോനപ്പൻ കടമ്പോട്, PG രഞ്ജിമോൻ, രാജീവ് മണ്ണയം, രാജശേഖര വർമ്മ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ഗായകരായ സണ്ണി വിശ്വനാഥ്, അർജുൻ ദേവ്, ഗീതിയ വർമ്മൻ, ശ്രീകാന്ത്, ശശികാന്ത് എന്നിവരുടെ സംഗീത സന്ധ്യ അരങ്ങേറി. അജയ് പാങ്ങിൽ, P. അനന്തൻ, അനിൽ T. പ്രഭാകർ, CR ബാലസുബ്രഹ്മണ്യൻ, രാജശേഖര വർമ്മ, നിരഞ്ജൻ ദാസ് ശർമ്മ, രാജീവ് മണ്ണയം, A. സെയ്തലവി, സജീവ് കൃഷ്ണ, KM സത്യൻ, കൃഷ്ണകുമാർ മേച്ചൂർ, മനു രഘുരാജൻ, സേവി മാളിയേക്കൽ എന്നിവരുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത മാസം 10 വരെ പ്രദർശനം നീണ്ടുനിൽക്കും. കൊടകരയിലെ ജൈവ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനശാലയായ ചോലയുടെ ഉദ്ഘാടനം കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നിർവഹിച്ചു. തണൽ ഡയറക്ടർ ഉഷ, ജൈവ കർഷകനായ വിനയൻ, കാർഷിക ശാസ്ത്രജ്ഞ ഡോക്ടർ പുഷ്പലത, മറ്റത്തൂർ ജൈവ കർഷക സമിതി സെക്രട്ടറി വേലായുധൻ, സലീം അലി ഫൗണ്ടേഷൻ പ്രവർത്തക നിഷ, കൊടകര പ്രൈമറി സ്കൂൾ പ്രധാനാധ്യാപിക ഡെയ്നി മാഞ്ഞുകാരൻ, തണൽ അഗ്രി പ്രൊഡ്യൂസർ കമ്പനി CEO S. രാജു എന്നിവർ പ്രസംഗിച്ചു. നമ്മൾ മലയാളികളുടെ അടുക്കളയിലേക്ക് നോക്കിയാൽ അതിൽ തന്നെ നിരവധി പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണ വിഭവങ്ങളുണ്ട്. അത്തരത്തിൽ ഈ മഞ്ഞുകാലത്ത് ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന ചില മലയാളി കറികളാണ് പരിചയപ്പെടുത്തുന്നത്. ഇവ ആഹാരത്തിന്റെ ഭാഗമാക്കുന്നത് നല്ലതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറി എന്ന നിലയിൽ ഈ മഞ്ഞുകാലത്ത് പരിഗണിക്കാവുന്നതാണ് അവിയൽ. ഒട്ടുമിക്ക പച്ചക്കറികളും തേങ്ങയും തൈരും ചേർത്ത് തയ്യാറാക്കുന്ന അവിയൽ ശരീരത്തിന് വേണ്ട പോഷകങ്ങൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ കറിവേപ്പിലയും ധാരാളം ചേർക്കുന്നതിനാൽ അതും ആരോഗ്യത്തിന് നല്ലതാണ്. അവസാനം വെളിച്ചെണ്ണ ചേർക്കുന്നത് അമിതമാകാതെ മിതമായ അളവിൽ ചേർത്താൽ നല്ല ഹെൽത്തിയായി കഴിക്കാവുന്ന ഒരു ആഹാരം തന്നെയാണ് അവിയൽ. നിങ്ങൾ ഈ മഞ്ഞുകാലത്ത് അവിയൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തയ്യാറാക്കി കഴിച്ചാൽ ആരോഗ്യം നിലനിർത്താൻ സാധിക്കും. ചുമ, കഫക്കെട്ട് എന്നീ പ്രശ്നങ്ങളെ അകറ്റി നിർത്താനും അതിൽ നിന്നെല്ലാം ആശ്വാസം നൽകാനും സാധിക്കുന്ന ഒരു കിടിലൻ കറി തന്നെയാണ് രസം. തയ്യാറാക്കുമ്പോൾ അതിൽ മല്ലി ചതച്ച് ചേർക്കുന്നുണ്ട്. ഇത് സത്യത്തിൽ നമ്മളുടെ ദഹനം കൃത്യമായി നടക്കുന്നതിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ ചേർക്കുന്ന കുരുമുളക്, വെളുത്തുള്ളി എന്നിവ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. ശരീരത്തെ ചൂടാക്കി നിലനിർത്താനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുമെല്ലാം രസം ആഹാരത്തിന്റെ ഭാഗമാക്കുന്നതിലൂടെ സാധിക്കുന്നു. മത്തന്റെ ഗുണങ്ങൾ മൊത്തത്തിൽ അടങ്ങിയ ഒരു കറിയാണ് എരിശ്ശേരി. ധാരാളം നാരുകൾ അടങ്ങിയ മത്തൻ ശരീരത്തിൽ എത്തുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതുപോലെ ആന്റി ഓക്സിഡന്റ്സ്, വിറ്റാമിനുകൾ, മഗ്നീഷ്യം, പൊട്ടാസ്യം, ബീറ്റ കരോട്ടിൻ എന്നിങ്ങനെ നിരവധി ഗുണങ്ങളാണ് എരിശ്ശേരിയിലൂടെ നിങ്ങൾക്ക് ആരോഗ്യത്തിന് ലഭിക്കുന്നത്. ചിലർ എരിശ്ശേരി തയ്യാറാക്കുമ്പോൾ അതിൽ വൻപയർ കൂടാതെ കായയും ചേർക്കുന്നത് കാണാം. ഇത്തരത്തിൽ കായ ചേർത്താൽ അതും ആരോഗ്യത്തിന് ഗുണകരം തന്നെയാണ്. അതിനാൽ മലയാളികളുടെ സ്വന്തം എരിശ്ശേരി ഈ മഞ്ഞുകാലത്ത് നിങ്ങളുടെ ആഹാരത്തിന്റെ ഭാഗമാക്കുന്നത് ആരോഗ്യ ഗുണങ്ങൾ നൽകാൻ സഹായിക്കുന്നുണ്ട്. ആരോഗ്യപ്രദമായ മറ്റൊരു കറിയാണ് മുട്ട ക്യാരറ്റ് തോരൻ. മഞ്ഞുകാലത്ത് കൊഴുപ്പ് കുറഞ്ഞ ആഹാരങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. അത്തരത്തിലൊന്നാണ് മുട്ട. ഇത് ശരീരത്തിലേക്ക് പ്രോട്ടീൻ എത്തിക്കുന്നു. അതുപോലെ തന്നെ ക്യാരറ്റ് വിറ്റാമിൻ A, നാരുകൾ, ആന്റി ഓക്സിഡന്റ്സ് എന്നിവയുടെ ഒരു കലവറയാണ്. ക്യാരറ്റ് പച്ചയ്ക്ക് കഴിക്കുന്നതിനേക്കാൾ വേവിച്ച് കഴിക്കുമ്പോഴാണ് അതിന്റെ ഗുണങ്ങൾ നമ്മളിലേക്ക് എത്തുന്നത്. അതിനാൽ ഈ മഞ്ഞുകാലത്ത് ക്യാരറ്റ് മുട്ട തോരൻ കഴിക്കുന്നത് വളരെ നല്ലതാണ്. പല വിധത്തിൽ പരിപ്പ് നമ്മളുടെ ആഹാരത്തിന്റെ ഭാഗമാക്കാറുണ്ട്. അതിൽ തന്നെ പരിപ്പും ചീരയും ചേർത്ത് തയ്യാറാക്കുന്ന കറി പലരുടെയും ഇഷ്ടവിഭവമാണ്.
ഇത് കഴിച്ചാൽ പരിപ്പിന്റേതായ ഗുണങ്ങൾ നമ്മളുടെ ശരീരത്തിലെത്തും. അതിന്റെ കൂടെ തന്നെ ചീരയുടെ ആരോഗ്യ ഗുണങ്ങളും ശരീരത്തിലേക്ക് എത്താൻ ഇത് സഹായിക്കുന്നുണ്ട്. കൂടാതെ ഇത് കഴിക്കുന്നതിലൂടെ ശരീരത്തിലേക്ക് കാൽസ്യം, മഗ്നീഷ്യം, അയൺ എന്നിവ ശരീരത്തിൽ എത്താനും ഇത് സഹായിക്കുന്നുണ്ട്. കാലാവസ്ഥ. കൂടിയ ചൂട് 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 23 ഡിഗ്രി സെൽഷ്യസ്. ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ കീഴിൽ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിൽ DPMSU ഓഫീസിൽ മെഡിക്കൽ ഓഫീസറെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത MBBS, TCMC രജിസ്ട്രേഷൻ പെർമനന്റ്, പ്രവൃത്തി പരിചയം, അഭികാമ്യം, പ്രായപരിധി 62 വയസ്സ്. ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ ജനനതീയതി, യോഗ്യത, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുകളും ബയോഡാറ്റയും സഹിതം ഡിസംബർ 16 വൈകിട്ട് 5 മണിക്കുള്ളിൽ ആരോഗ്യ കേരളം തൃശൂർ ഓഫീസിൽ സമർപ്പിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 048723258224. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് സർട്ടിഫിക്കറ്റോടുകൂടി തിരുവനന്തപുരം ആറ്റിങ്ങൽ അംഗീകൃത പഠന കേന്ദ്രത്തിലേക്ക് 1 വർഷം ദൈർഘ്യമുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് ഇന്റേൺഷിപ്പോടുകൂടി റെഗുലർ പാർട്ട് ടൈം ബാച്ചുകളിലേക്ക് +2 കഴിഞ്ഞവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഫോൺ നമ്പർ 7994926081. കൊടകര സെന്റ് ഡോൺ ബോസ്കോ ഗേൾസ് ഹൈസ്കൂളിൽ ഡിസംബർ 14 രാവിലെ 10 1948 ബാച്ച് മുതൽ 2015 വരെ പഠിച്ച വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സംഗമം നടത്തുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കുക 9497536505. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡിലെ നരശില ഉറാങ്കുളം അഡീഷണൽ LI റോഡ് നിർമ്മാണ പൂർത്തീകരണത്തിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച രാവിലെ 9:30 KK രാമചന്ദ്രൻ MLA നിർവഹിക്കും. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് അധ്യക്ഷത വഹിക്കും. സ്വർണവില. സ്വർണം ഗ്രാമിന് 7130 രൂപ, പവന് 57,040 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പുതുക്കാട് സെന്ററിൽ നടു റോഡിൽ വെച്ച് യുവതിയെ ഭർത്താവ് കുത്തിപ്പരിക്കേൽപ്പിച്ചു. ആക്രമണത്തിനു ശേഷം ഭർത്താവ് പോലീസിൽ കീഴടങ്ങി. NCTVയുടെ ഇടപെടൽ വഴി 1/4 നൂറ്റാണ്ടിന്റെ ആവശ്യമായ ആമ്പല്ലൂർ ടൗൺ ഭാഗത്ത് കുടിവെള്ളമെത്തുന്നു. ആമ്പല്ലൂർ വരന്തരപ്പള്ളി റോഡിലെ വീടുകളിലേക്ക് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നത് ആരംഭിച്ചു. NCTV ഇംപാക്ട്. പുതുക്കാട് 15ാം വാർഡ് ജനാർദ്ദനൻ റോഡിലെ കാന നിർമ്മാണത്തിന്റെ പൂർത്തീകരണ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് സംവിധാനത്തെക്കുറിച്ചും കുടുംബശ്രീ സംഘടനാ സംവിധാനത്തെക്കുറിച്ചും പഠിക്കുന്നതിനായി എത്തിയ അരുണാചൽ പ്രദേശിൽ നിന്നുള്ള സംഘം പുതുക്കാട് താലൂക്ക് ആശുപത്രി സന്ദർശിച്ചു. സമസ്ത കേരള സുന്നി യുവജന സംഘം പ്ലാറ്റിനം ഇയറിന്റെ സമാപനത്തോടനുബന്ധിച്ച് ആമ്പല്ലൂരിൽ സംഘടിപ്പിക്കുന്ന കേരള യുവജന സമ്മേളനത്തിന്റെ പന്തൽ കാൽനാട്ടൽ നടത്തി. ഛായാഗ്രഹണക്കലയ്ക്ക് വേണ്ടി രാജ്യത്തെ ഗ്രാമീണ മേഖലയിൽ ആദ്യമായി സ്ഥാപിതമായിട്ടുള്ള മറ്റത്തൂരിലെ ഫോട്ടോ മ്യൂസിയത്തിൽ 1 മാസം നീളുന്ന ഫോട്ടോഗ്രാഫി പ്രദർശനത്തിന് തുടക്കമായി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.